പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, അരക്കെട്ടിന് മുഴുവൻ ഡിസ്ലൊക്കേഷൻ വന്നവര്, നടുവിന് കുറേ മനുഷ്യര് 4 ഡിസ്ക് വരെ ഡിസ്ലൊക്കേറ്റ് ചെയ്തവരെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് നേരെയായിട്ടുണ്ട്. അവർക്ക് കൃപാസന സാക്ഷ്യം വന്നിട്ടുണ്ട്. അപ്പം അരക്കെട്ടിന് വീക്കമുള്ളവര്, അവിടെ നീർക്കെട്ട് വീഴുന്നവര്, കിടക്കാൻ പറ്റാത്തവര്, ജോലി ചെയ്യാൻ പറ്റാത്തവര്, നിവരാൻ പറ്റാത്തവര്, കുനിയാൻ പറ്റാത്തവര്, നടക്കാൻ പറ്റാത്തവർ, അതിൻ്റെ പേരിൽ കിടന്നു പോകുന്നവർ എല്ലാവരും ഒന്ന് ഓർക്കുക മക്കളെ. അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. വാതരോഗികൾ, താഴേക്ക് കാലിന് താഴേക്ക് ബലം കുറഞ്ഞവർ, നീരുള്ളവർ, ഭയങ്കരമായിട്ട് ശരീരത്തിന് ഭാരം തോന്നുന്നവരെ എല്ലാം ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. ചുമ്മാ നീരിറങ്ങി വീഴുന്നവരുണ്ട്. ശരീരത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നവരെ, ചില സമയത്ത് നമുക്ക് മരുന്ന് തരുന്ന ഡോക്ടർ തന്നെ മനസ്സിൽ വിചാരിക്കും ഒരു അത്ഭുതം നടന്നാലേ ഈ രോഗിയെ സുഖപ്പെടുത്തുള്ളൂ. അപ്പോഴ് നിനക്കും ചിലപ്പോൾ അങ്ങനെ അറിയാൻ പറ്റും. അതുകൊണ്ട് അത്ഭുതം തന്നെ നടക്കണം. പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നീര് രോഗികള്, വാതരോഗികള്, ഇടുപ്പലിന്, കർത്താവേ, കശേരികൾക്ക് വേദനയുള്ളവരെ അങ്ങയുടെ തിരുമുറി വാർന്ന വലറ്റ് കരത്താൽ ഇപ്പോൾ സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദിവ്യമായ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. ദിവ്യമായ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളുടെ ഉദരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദര രോഗങ്ങളില്ലേ, ചിലപ്പോൾ വയറ് ചാടുന്നവരുണ്ടാവും. അതിനവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാകും. ശരിക്കും കുടലിലെ കുരുക്കുള്ളവര്, അൾസർ രോഗികള്, അനസ്തേഷ്യ രോഗികള്, പിസ്റ്റുല രോഗികള്, PCOD രോഗികള്, ഗർഭാശയത്തിലും അണ്ടാശയത്തിലൊക്കെ സിസ്റ്റുള്ളവര്, പുരുഷരക്തമില്ലാത്തവര്, പുരുഷയില്ലാത്തവര്, മക്കളില്ലാത്തവര്, പുരുഷൻ മാസങ്ങളോളം ദിവസങ്ങളോളം നിന്നിട്ട് പൊടിമുട്ടി പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്നവര്, ഭയങ്കര പുകച്ചിലും ഇരിച്ചിലും വേദന അനുഭവിക്കുന്നവരെ എല്ലാവരും അടിവേറ്റ് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ശക്തമായ സമയമാണെന്ന് ഓർത്തുകൊണ്ട് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം മുഴുവനാക്കണമേ. 35 വർഷം അർപ്പണമായ ജീവനോടെ നാമത്തിലെ സുഖം ബാധിക്കട്ടെ.
തിരുക്കരത്താൽ താങ്ങിയേ തിരുത്താൽ കടമിടങ്ങി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ കുറെ മേഖലകളെ സമർപ്പിക്കാൻ പോവുകയാണ്. വീട്, ജോലി, വിവാഹം, വഴി, വെള്ളം, വെളിച്ചം, ഇങ്ങനെ കുറെ ഭൗതിക സാഹചര്യങ്ങളില്ലേ. ഇപ്പൊ ചെറുക്കെ പറയണ്ട വെച്ചാ ഒരു വീട് കെട്ടിയാൽ പിന്നെ ചത്താലും കുഴപ്പമില്ലെന്ന്, അത്രയും ആര് വിഷമിക്കുന്നുണ്ടെന്ന് അർത്ഥം. വീട് കെട്ടുന്നത് എന്തിനാണ്? സമാധാനം താമസിക്കാനല്ലേ. അപ്പൊ അവര് പറയാൻ എന്താ, ഒരു വീട് കെട്ടി കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് സുരക്ഷിതമായി ഉറപ്പുള്ള ഒരു ഭവനത്തിലായ പിന്നെ ചത്താലും കുഴപ്പമില്ല. ചെറിയ എന്താ വെച്ചാൽ ഈ മകന്റെ കല്യാണം വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. 35 വയസ്സൊക്കെയുള്ള മക്കള് ഗൂഗിൾ മീറ്റ് വരാറുണ്ടേ. കല്യാണം ഒത്തുവരാത്തവര് എല്ലാവരും ആണിനെയും പെണ്ണിനെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചില കുടുംബങ്ങളിലൊക്കെ സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി. കാര്യം ഓരോരുത്തരും ഇങ്ങനെ ഓരോ ലൈനടിയല്ലേ. വിശ്വാസവും കുടുംബത്തിന്റെ മഹിമയും ദൈവത്തിന്റെ ചൈതന്യവും ഒന്നും നോക്കാതെ ഓരോരുത്തന്മാരിങ്ങനെ പല്ലിച്ച് കാണിക്കുമ്പോൾ പുഴച്ചത് അകപ്പെട്ട്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ പെൺപിള്ളേരൊക്കെ ഇപ്പം ഞാൻ 10-21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്യുന്ന ഇടയ്ക്കൊക്കെ വിളിച്ച് പറയും. എന്തിനങ്ങനെ പറയണമെന്നറിയോ? ഞാൻ പറയണത് നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്, അല്ല ഞാനിങ്ങനെ കേമത്വം പറയണമല്ല. നമ്മുടെ പെൺപിള്ളേർക്ക് പറയുന്നൊരു അബദ്ധം, ആരെങ്കിലും വഴിയെ കൂടാതെ കയറി പ്രേമിക്കും. പക്ഷെ അവ ഭയങ്കര സൂത്രക്കാരനായിരിക്കും. അതായത് 2 ആഴ്ചക്കുള്ളിലൂടെ ചരിത്രം പോയിരിക്കും. മനപ്പൂർവ്വം കളയണതാണ്. ഇവളെ വശീകരിച്ച് രാത്രി ഈ മൊബൈൽ എന്ന് പറയുന്നത് ഭയങ്കര സാധനമാണ്. രാത്രിയും പകലും വെളുപ്പിനെയും സംസാരിച്ച് സെന്റ് അടിച്ച് അവസാനം ഇവളെ ബോധം കളഞ്ഞുകളയും. എന്നിട്ട് അവസാനം ഇവൻ ചത്തുകളെ ആന വീണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കുറെ വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്ത് ചാകണമൊക്കെ കാണിച്ച് മറ്റുള്ള ചാകണം കാണിച്ച് ഇങ്ങനെ ഇവിടെ പ്രാന്ത് പിടിപ്പിച്ച് ഇവളുമായിട്ട് ബന്ധപ്പെടും. പിന്നെ ഇവക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പല പെൺപിള്ളേർ അകപ്പെട്ടിരിക്കണ ഇങ്ങനെയാണ്. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ കുറേ മാസങ്ങളും വർഷങ്ങളും എടുക്കും. ഇപ്പൊ 2 ആഴ്ച മതി. പല പെൺപിള്ളേരെ അനുസരിച്ച് ചാടിയതിന് ശേഷം പിന്നീട് പോരാൻ പറ്റാതെ അവന്റെ കൂടെ ഇങ്ങനെ അടിമയായിട്ട് പോകണതിന്റെ ഉദ്ദേശം ചരിത്രം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ മാതാപിതാക്കളും എന്റെ പെങ്ങന്മാരും ഞാൻ പറയണ കേൾക്കണം. ഈ വിഷയത്തിൽ നമുക്ക് ജാഗ്രത ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ചെന്ന് അകപ്പെട്ടു പോകണം. പലപ്പോഴും സംഭവിക്കുന്നത് വീട്ടുകാർക്ക് ചില സമയത്ത് കടങ്ങൾ വരും, ചിലപ്പോൾ രോഗങ്ങൾ വരും, ചിലപ്പോൾ അപ്പൻ ആശുപത്രിയിലാകും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതിന് കാശ് വേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിന്റെ ബാലൻസ് പോകത്തില്ലേ? അപ്പോഴാണ് ഈ പെൺപിള്ളേര് ചുറ്റുകളി തുടങ്ങുന്നത്. പലപ്പോഴും പല പ്രണയ നാടകങ്ങളും ദുരന്ത നാടകങ്ങളൊക്കെ സംഭവിക്കുന്നത് കുടുംബത്തിൽ എപ്പോഴാണ് സാമ്പത്തിക തകർച്ച, രോഗ തകർച്ച, ബിസിനസ് തകർച്ചയുടെ സമയത്താണ് ഇതുപോലെയുള്ള പരന്തുകൾ വന്ന് കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്നത്. എല്ലാവരും അപ്പൊ അമ്മമാരുടെ ഉണ്ട്. ആ സമയത്ത് ഞാൻ ഭർത്താവിനെ കൊണ്ട് ആശുപത്രിയിലായിരുന്നു. എന്താണ് വീട്ടിൽ നടന്നെന്ന് ആർക്കും അറിയത്തില്ല. ആരുടെ കാര്യത്തിൽ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റാതെ റിലേ പോയി, കുടുംബത്തിലെ റിലേ പോയി. ആ റിലേ പോകുമ്പോ ഇങ്ങനെ കണ്ടവന്റെ പിശാചിന്റെ പുറകെ പോകുമ്പോ അത് നേരത്തെ നല്ല മനസാക്ഷി കൊടുക്കുകയാണ്, നല്ല വിശ്വാസം കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കും? നിങ്ങളുടെ ട്യൂഷനല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളെ പോലും പള്ളിയിൽ പോകണ കുഞ്ഞുങ്ങൾ കാണുന്നില്ല, പ്രാർത്ഥന മുടക്കിയിരിക്കണം. അപ്പൊ ദൈവമാണ് ആദ്യം പോണത്. പിശാച് വന്ന് കയറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ആദ്യം പോയി കാണും.
നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം, വളരെ സുഖിപ്പിക്കേണ്ട രഹസ്യം പറഞ്ഞു തരാം. ദൈവം ഈ ഭൂമി വെച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയെങ്കിൽ പിന്നെ ഒരിക്കലും വരത്തില്ല. നിത്യത വരെ ഇത് തന്നെ പരിപാടി. നിങ്ങൾ അനുഭവിക്കുന്ന അർത്ഥം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇത് വെള്ളരിക്കപ്പെടണമെന്നല്ല, നമ്മളെ ശ്രദ്ധയോടെ വേര് കെട്ടിയാൽ മാത്രമേ തോട്ടങ്ങളെ പോലും സംരക്ഷിക്കപ്പെടേണ്ടതുള്ളൂ. അതാണ് കർത്താവിൻ്റെ കഥയിൽ എന്തുമാത്രം വേലി കെട്ടി നിനക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പഴയ നിയമത്തിൽ പറയും ജോബി ചുറ്റും വേലി കെട്ടി. വേലി ഒരു പ്രശ്നമാണ്. വേലി പൊളിഞ്ഞ കണ്ടവൻ കയറിയത് തന്നെ. ഇപ്പം വേലി പൊളിഞ്ഞ കാലമാണ് ഇതുപോലെയുള്ള സങ്കടക്കാലം, തകർച്ചക്കാലം, ഇങ്ങനെയുള്ള കാര്യം. ഇനി അപ്പൻ്റെ മദ്യപാനമായി കഴിയുമ്പോൾ ശരിയാകും. പല പെൺപിള്ളേർക്കും ഒരു സെക്യൂരിറ്റി വീട്ടിൽ ഫീൽ ചെയ്യണില്ല. അങ്ങനെയും ചില സമയത്ത് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ തകർന്ന കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഓർക്കുന്നത്. അച്ഛനോട് ചെയ്യുന്ന പ്രാർത്ഥികർത്താവേ, തകർന്ന കുടുംബങ്ങള്, വിശ്വാസ തകർച്ച വന്ന കുടുംബങ്ങള്, തെറ്റായ ബന്ധങ്ങളില് ആത്മാവ് നഷ്ടപ്പെട്ട കുടുംബങ്ങള്, നഷ്ടപ്പെടാൻ പോകുന്ന കുടുംബങ്ങള്, പരസ്പരം സംസാരിക്കാത്ത കുടുംബങ്ങള്, സ്നേഹമില്ലാത്ത കുടുംബങ്ങള്, ജോലിയില്ലാത്ത കുടുംബങ്ങള്, വരുമാനം നഷ്ടപ്പെട്ടവര്, വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയുള്ളവര്, ജോലി ലഭിക്കാത്തവര്, അങ്ങനെ എല്ലാ മേഖലകളിലും വേദന അനുഭവിക്കുന്നവരെ ഈ നിമിഷം സമാപന ആശീർവാദത്തിന് സമയമാണ്. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിയുടെ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ എൻ്റെ പേര് ഷീജ എന്നാണ്. ഇതെൻ്റെ ഭർത്താവാണ്. ഞങ്ങൾ തൊടുപുഴ കരിമണ്ണൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2022 ജൂൺ മാസത്തിലാണ്. എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ കാരണം എൻ്റെ ശരീരം മൊത്തം നീരും വേദനയായിരുന്നു.
പല ഹോസ്പിറ്റലുകളിലും പോയിട്ടും ഒന്നും മരുന്ന് മേടിച്ചിട്ട് ടെസ്റ്റുകളെല്ലാം നെഗറ്റീവായിരുന്നു. ഒന്നും ഒരിക്കലും വേദന മാറുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ ഇവിടുന്ന് പോയി. എൻ്റെ ഭർത്താവ് 25 വർഷത്തിൽ മുകളിലായിട്ട് മദ്യപാനി ആയിരുന്നു. വീട്ടിൽ ചെന്നതിൽ പിന്നെ ഒരിക്കലും ഇത്ര നാളായിട്ടും മദ്യപിച്ചിട്ടില്ല. ശരീരവേദന കുറച്ച് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും കുറഞ്ഞ് എനിക്കിപ്പോൾ 95% വേദന കുറഞ്ഞു. 100% വേദന ഉണ്ടായിരുന്ന എനിക്കിപ്പോൾ 95% വേദന കുറഞ്ഞു. 5% സാധാരണ നോർമലി ഉള്ള വേദന മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഉടമ്പടി വയ്ക്കാത്ത കാര്യമാണ് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ള മാതാവ് അത്ഭുതമായിട്ട് നടത്തി തന്നത്. ഞാൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിനോട് ചേർന്ന ഒരു 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മേടിക്കണമെന്ന്. പക്ഷേ അത് ഞങ്ങൾക്ക് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് മേടിക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഉടമ്പടി എടുത്ത് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ഥലത്ത് അവർ കുറ്റി തറച്ചായിരുന്നു വീട് വെക്കാൻ വേണ്ടി. അത് വിൽപ്പന നടക്കില്ലായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ പുറകിലായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൃപാസനത്തിൽ വന്നപ്പോൾ കുറ്റി വീട് പണിയാൻ വേണ്ടിയിട്ട് കുറ്റി അടിച്ച് വെച്ചേക്കും. അപ്പം ഞാൻ മനസ്സിലോർത്തു, മാതാവേ, അവിടെ ഒരു വീടും കൂടി വന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്ന് നടക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ മാതാവേ എന്ന് പറഞ്ഞു. പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ, മാതാവിനോട് ചോദിച്ചില്ല. അതിലും വലിയ ആഗ്രഹങ്ങൾ എനിക്കുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാനത് ചോദിക്കാതിരുന്നു. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു, നമുക്കത് മേടിക്കാം, ഒരു ചിട്ടി കിട്ടാനുണ്ട്. അപ്പം എൻ്റെ സഹോദരന് ആ പൈസ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചേട്ടായിയോട് ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു, അത് മേടിച്ചോ, അത് മേടിച്ചിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടായി ഉടമ്പടി ലോക്കറ്റ് ആയിട്ട് ഈ സ്ഥലത്തിൻ്റെ അടുത്ത് ചെന്നു, സ്ഥലക്കാരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എന്നാൽ നമുക്ക് നടത്തിയേക്കാം, ഇത് 6 മാസത്തെ അവധി തരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ചിട്ടിയൊക്കെ കിട്ടാനുണ്ട്, അപ്പോഴത്തേക്കും അവധി തരാമെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ മേടിച്ചു. അങ്ങനെ ഒരു വലിയ അത്ഭുതം ഞങ്ങൾക്ക് മാതാവ് ഇവിടെ വന്നത് നടത്തി തന്നു. അതുകൂടാതെ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ട് വഴി മാത്രം ഞങ്ങൾക്ക് അവകാശമുള്ള വഴി ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്തിന് ഒരിക്കലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അവർ തരില്ല എന്ന് ബെല്ലം പിടിച്ച് മുറുക്കെ പിടിച്ച് വാശിയും വഴക്കും ഒക്കെ ആയിരുന്നു ഞങ്ങളോട്. അത് സ്വന്തമായിട്ട് ഞങ്ങൾക്ക് തരില്ല, പൈസ കൊടുത്ത് മേടിച്ചാലും തരില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് ബലം പിടിച്ച് വഴക്കൊക്കെ കൂടി ഉള്ളവരായിരുന്നു. ഉടമ്പടിയിൽ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വഴി വേണം, അമ്മ തന്നെ ഞങ്ങൾക്ക് മേടിച്ച് എന്നെ ഉടമ്പടിയിൽ അമ്മയാണ് ഞങ്ങൾക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്, ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്തി തന്നത് അമ്മയാണ്, അമ്മ തന്നെ ഞങ്ങൾക്കത് മേടിച്ച് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ച് അമ്മയോട് പറഞ്ഞു. അമ്മ എനിക്ക് നടത്തി തന്നെ അമ്മയെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയി. അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് ആ വഴി ഒരു ബലം പിടിച്ച് നടന്ന ഞങ്ങൾക്കത് വാങ്ങാനായിട്ട് സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞാനിവിടെ കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് അതിരാവിലെ എണീറ്റപ്പോൾ എൻ്റെ ചെവിയിൽ ആരോ 8 എന്ന് പറയുക. 8 എന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരു പ്രായമായ ഒരു അമ്മയുടെ ഒരു സൗണ്ട് പോലെ എനിക്ക് തോന്നി. 8 എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടന്നുകൊണ്ട് തന്നെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്നോട് 8 എന്ന് എന്നോട് ഒരാൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 25-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് പറഞ്ഞത്. എന്നും ഞാൻ ഓർക്കും 8-ാം തീയതി എന്തോ ഒരു ഇടപെടലുണ്ടെന്ന് കരുതി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. 8-ാം തീയതി രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോകാനായിട്ട് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം നെറ്റി പുരട്ടി പ്രാർത്ഥിച്ചിട്ട് ഇപ്പം ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, ഇന്ന് 8-ാം തീയതി ആട്ടോ, പ്രാർത്ഥിക്കണം, നീയും നന്നായിട്ട് പ്രാർത്ഥിക്കണം, നമ്മുടെ ബുദ്ധിമുട്ടുകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം, എന്തെങ്കിലും ഒരു അമ്മയുടെ ഇടപെടൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആൾ വീട്ടിൽ നിന്ന് പോയത്. വൈകുന്നേരമായിട്ടും വീട്ടിൽ നിന്ന് ആൾ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇതെന്നാ ഇത്ര നേരമായിട്ടും വരാത്തെ. ഞാൻ പകലൊക്കെ ഓർത്ത് 8-ാം തീയതി ഇന്നാണല്ലോ, 8 എൻ്റെ ചെവിയിൽ ആരോ എൻ്റെ അമ്മ തന്നെയാണ് പറഞ്ഞത് എന്നെനിക്ക് ഉള്ളിൽ നല്ല ബോധം ഉണ്ടായിരുന്നു.
എന്നിട്ട് ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു നോക്കിയപ്പോൾ പുള്ളി ഫോൺ എടുക്കുന്നില്ല. ഒരു സുഹൃത്താണ് ഫോൺ എടുത്തത്. അപ്പം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഷിബു എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. പറഞ്ഞു ഷിബു ഹോസ്പിറ്റലിലാണ്, അവന് നെഞ്ചുവേദനയാണ്. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്ന് കൊണ്ടുപോക്കോ, വേറെ ഹോസ്പിറ്റലിലോട്ട് പോക്കോ എന്ന് പറഞ്ഞു. പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ECG എടുത്തപ്പോൾ ഹൃദയമെടുപ്പ് 110 താഴെയുള്ള വരാവുള്ളൂ. അത് 210/9 നിൽക്കും. അപ്പോൾ വേഗം തൊടുപുഴ ഹോസ്പിറ്റലിലോട്ട് പൊക്കോ എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ ഉള്ളവരൊക്കെ പേടിച്ചു, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗ്യാസിൻ്റെ ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അവനകത്ത് ECG എടുക്കുകയെന്ന് മാത്രം അവർ പറഞ്ഞോളൂ. അവരവിടെ നിന്ന് തൊടുപുഴ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം 210 ആയിരുന്നു, 215/19 കടന്നു. അപ്പോൾ കാഷ്വാലിറ്റി ചെന്നു, ECG അവർ എടുക്കാൻ വേണ്ടി കിടത്തിയപ്പോൾ 219 വന്നപ്പം അവർ വേഗം ICUയിലേക്ക് ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം ഓടി ആളെയും കൊണ്ട് അകത്തേക്ക് കയറി അവർ ICU കയറ്റി കിടത്തി. ഡോക്ടർമാർക്കും ഒക്കെ ഭയങ്കര വെപ്രാളപ്പെട്ട് വിഷമിച്ച് അവർ പറയുക, ദൈവമേ ഇത്രയും ഇടുപ്പാണോ, 219 ഇടുപ്പ്, ഇത്രയും ഒത്തിരി കൂടുതൽ ആളെ കിട്ടില്ലാത്ത അവസ്ഥയാണ് അവർ പറഞ്ഞു. ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ചേട്ടാ ഞങ്ങളൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുകയാണ്, ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം, എന്ത് വേണേലും സംഭവിക്കും, ചിലപ്പോഴത് പിടിക്കുകയാണെങ്കിൽ രക്ഷപ്പെടും. ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നന്നായിട്ട് ചുമച്ച് കഴിയുമ്പോഴാണ് ഇതിന് ചുമച്ചാലാണ് ഇത് പറ്റുള്ളൂ, നന്നായിട്ട് ശക്തി എടുത്ത് ചുമക്കണമെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ കയ്യെ പിടിച്ചു. അവർ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ടെല്ലാം ശരിയാക്കി വെച്ചു. അന്നേരം ചേട്ടനോട് പറഞ്ഞു, ഇപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കണോട്ടെ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ്റെ കഴുത്തേൽ ചേട്ടൻ ഉടമ്പടി എടുത്തതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു. അപ്പം ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഒരാൾ ഉടമ്പടി എടുത്താൽ മതി, ചേട്ടൻ ഉടമ്പടി എടുക്കേണ്ട, അത് ഒന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒന്ന് പുതുക്കുകയുണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ്റെ ഉടമ്പടി പിന്നെ എടുത്തില്ലായിരുന്നു. ഞാൻ 11 ഉടമ്പടി എടുത്ത് മുടങ്ങാതെ പുതുക്കിയതായിരുന്നു. അപ്പം എൻ്റെ കൂടെ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അപ്പം ലോക്കറ്റ് ഉള്ളതുകൊണ്ട് ചേട്ടൻ്റെ കഴുത്തിൽ ലോക്കറ്റുണ്ട്. അപ്പം മാതാവിൻ്റെ ഈ ലോക്കറ്റ് കണ്ട് ആ ഡോക്ടർ തന്നെ ചങ്കിലേക്ക് ഇറക്കി വെച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നന്നായിട്ട് പ്രാർത്ഥിച്ചോളണം. അവരെല്ലാവരും കൂടി നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം ഭയങ്കര ബഹളം. ഡോക്ടർമാരും നേഴ്സുമാരും ഈശോയെ രക്ഷിക്കണേ എന്ന് മറ്റുള്ള നേഴ്സുമാർ പറഞ്ഞു, ചേട്ടാ നന്നായിട്ട് ചുമക്കുക ചേട്ടാ, ഈശോയെ രക്ഷിക്കണേ എന്ന് ഡോക്ടർമാർ കരഞ്ഞു പറയുമെന്നാണ് ചേട്ടൻ എന്നോട് പറഞ്ഞേ. അത് ഇഞ്ചക്ഷൻ കൊടുത്തു, കൈ പൊക്കി ശരിക്കും ചേട്ടൻ ആഞ്ഞ് ചുമക്കി ചേട്ടാന്ന് പറഞ്ഞു. ചുമച്ചു. 1 മിനിറ്റ് കഴിഞ്ഞതേക്കും 219 ECGയുടെ ഹൃദയമെടുപ്പ് 102 വന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല, വീട്ടിലിരിക്കുവാണ്. ഇതേ സമയം കറക്റ്റ് സമയത്താണ് ഞാൻ വിളിച്ച് ECG എടുത്തോണ്ടിരുന്ന സമയത്താണ് ഞാൻ വിളിച്ചത്. എനിക്ക് ഒരു മനസ്സിലൊരു വിഷമം തോന്നി, ഇത്ര നേരമായിട്ടും വിളിച്ചില്ല. ഇത് 8 എന്ന് എൻ്റെ ചെവിയിൽ ഒന്ന് പറഞ്ഞ് ഇതുണ്ടെന്ന് എനിക്ക് ശരിക്കും എൻ്റെ അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ശരിക്കും അറിയാമായിരുന്നു. അപ്പം തന്നെ ഞാൻ സുഹൃത്തിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മോനെ വിളിച്ചു. മോൻ പറഞ്ഞു, പോകാം അമ്മേ നമുക്ക് ഹോസ്പിറ്റലിലോട്ടെന്ന് പറഞ്ഞു. ഇല്ല നമുക്ക് പ്രാർത്ഥിക്കാം, ഞാൻ വേഗം ഡ്രസ്സ് മാറി പോകാൻ വേണ്ടി അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കൃപാസന അമ്മ എൻ്റെ അമ്മ തന്നെയാണ് ഇന്ന് 8-ാം തീയതി എന്ന് പറഞ്ഞു തന്നതെങ്കിൽ എൻ്റെ ചേട്ടനെ നീ രക്ഷിക്കണം എന്ന് മുട്ടിപ്പായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു, എൻ്റെ ചേട്ടനോട് ഇങ്ങോട്ട് തന്നെ വിളിക്കാൻ പറയണം, എന്നാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ബൈജു എന്ന് പറഞ്ഞ സുഹൃത്തായിരുന്നു. അവർ രണ്ടുപേരും കുറേ പേരെല്ലാവരും ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അവൾ വിളിക്കുമ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു, എന്നോട് പറയണ്ട, എനിക്ക് വേഗം ടെൻഷനാവും, അതുകൊണ്ട് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞില്ല. ഗ്യാസിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഷീജ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ
പ്രാർത്ഥിച്ചു. ഞങ്ങൾ മുട്ടുകുത്തി ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇപ്പം തന്നെ അവനോട് വിളിക്കാൻ പറയാമെന്ന് അവർ പറഞ്ഞു. ഭയങ്കര സീരിയസ് ICU കിടന്ന ആളെ വിളിക്കാമെന്നായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത്ഭുതമായിട്ട് മാതാവ് ചേട്ടനെ കൊണ്ട് തന്നെ വിളിപ്പിച്ചു. ചേട്ടൻ വിളിച്ചു, ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയായി, ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറ്റാക്കിൻ്റെ പ്രശ്നമായിരുന്നു, സൈലൻ്റ് അറ്റാക്കായിരുന്നു ചേട്ടന് വന്നത്. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോണ്ട് രക്ഷപ്പെട്ടു. ഒരു 10 കിലോമീറ്റർ, ഒരു 2 കിലോമീറ്റർ അകലെയാണ് വീട്. അപ്പം കടയിൽ വെച്ച് ഒരു സുഹൃത്ത് അവിടെ നിന്ന് മിണ്ടിക്കൊണ്ട് നിന്നപ്പോഴാണ് നെഞ്ചുവേദന ഉണ്ടായത്. വീട്ടിലോട്ട് വന്നായിരുന്നെങ്കിൽ ഞാൻ ഇനി പോകില്ല, ഇനി ഇതിനു മുമ്പൊക്കെ വരാറുണ്ട്, എനിക്ക് അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കാറുള്ള ആളാണ്. വീട്ടിൽ വന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പോകില്ലായിരുന്നു. അമ്മ മാതാവ് തന്നെയാണ് ആ സുഹൃത്തിനെ കൊണ്ടുവന്ന് മുമ്പിൽ എത്തിച്ചതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും. തിരുക്കുമാരനും ഇടപെട്ട് ഞങ്ങളെ രക്ഷിച്ചു. എൻ്റെ ചേട്ടന് ജീവൻ തിരിച്ചു തന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ, ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, പറയാൻ പാടില്ലാത്ത പോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞങ്ങളുടെ കുടുംബത്തെ എപ്പോഴും വഴി നടത്തുന്ന അമ്മയാണ്. അമ്മയും തിരുക്കുമാരനും ഒന്നു ചേർന്നാണ് ഇനി എന്നും ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ എന്നും ഉറച്ചു നിൽക്കും. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ എല്ലാവരെയും ബന്ധുക്കളെയും എല്ലാവരും ഇതോടുകൂടി, എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ മോള് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ അനാഥശാലയിൽ പോകാറുണ്ട്. അമ്മമാർക്ക് ഭക്ഷണം വാരി കൊടുക്കാറുണ്ട്, അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് പത്രം കൊടുക്കും. അവർക്ക് വേണ്ട പോലെ ഞങ്ങൾക്ക് അധികമൊന്നുമില്ല, ഉള്ളതിൽ ഉപരി ഞങ്ങൾ മറ്റുള്ളവർക്ക് സഹായിക്കും. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അപ്പനും അമ്മയും വീട്ടിൽ മക്കളൊന്നും ചെല്ലാത്തവരുടെ വീട് അടിച്ചു വാരി തുടച്ച് അവർക്ക് പറ്റുന്നത് പോലെ ഞങ്ങൾ അരി സാധനങ്ങളൊക്കെ ഒത്തിരി ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഉള്ളതുപോലെ ഉള്ളത് കഴിച്ച് ഞങ്ങൾ കൊടുക്കും. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. കുമ്പസാരിക്കാറുണ്ട്. ആഴ്ചയിൽ ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ഉറപ്പായിട്ടും കുമ്പസാരിക്കാറുണ്ട്. അഖണ്ഡ ജപമാല കൂടാറുണ്ട്. പള്ളിയിൽ എന്നും പോകാറില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും പോകാറുണ്ട്. ഇട ദിവസങ്ങളിൽ പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ മാത്രം പോകും. അങ്ങനെയൊക്കെ ഞങ്ങൾ എപ്പോഴും ഈശോയോട് ചേർന്ന്, അമ്മ മാതാവും ഞങ്ങളെ എപ്പോഴും ഈശോയും കൂടി ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരും ഈശോയെ അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 100,000 നന്ദി. എനിക്ക് സാക്ഷ്യം പറയാൻ ബുദ്ധിമുട്ടായി. ഇത്ര നാൾ 3 വർഷമായി. പിന്നെ എൻ്റെ ശരീരവേദന പൂർണ്ണമായിട്ട് മാറി. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് അമ്മയുടെ 100,000 ക്ഷമ ചോദിക്കുന്നു. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഒത്തിരി തിരുക്കുമാരനും നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവിന് 1000 നന്ദി. ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ നെഞ്ചിൽ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു, അമ്മയെ എന്നെ രക്ഷപ്പെടുത്തണമേ, ഞാൻ 2ാമത് വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കിക്കോളാം എന്ന് അവിടെ വെച്ച് ICUവിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തു. ഇത് അമ്മയ്ക്ക് നന്ദി. മദ്യപാനം എനിക്ക് 25 വർഷമായിട്ട് മദ്യപാനമുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും 5 വർഷമായിട്ടും നിർത്തി. ഒട്ടും മദ്യപാനമില്ല.